യുവനടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ നടൻ ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചില്ല. ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കൃത്യമായ തെളിവുകളുണ്ട്. പ്രതി പ്രമുഖ നടനാണ്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിച്ചേക്കാം. അപൂർവമായ കേസ്. അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ഗുരുതര സ്വഭാവമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസ് ഡയറി വിശദമായി വിലയിരുത്തിയതിനു ശേഷമാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. സംഭവത്തിന്റെ സൂത്രധാരൻ ദിലീപാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇന്ത്യൻ ക്രിമിനൽ ചരിത്രത്തിലെ ആദ്യ ലൈംഗിക അതിക്രമ കൊട്ടേഷനാണ് ഇത്. കേസിൽ പ്രധാന തെളിവായ ദൃശ്യം പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. ഇനിയും പ്രതികളുണ്ടാകാൻ സാധ്യതയുണ്ട്. അന്വേഷണം തീർന്നിട്ടില്ലെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻസ് ഡയറക്ടർ ജനറൽ ബോധിപ്പിച്ചത് കോടതി പരിഗണിച്ചു. കേസിന്റെ മുഖ്യ സൂത്രധാരൻ നടൻ ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആരോപിച്ചു. ഇന്ത്യൻ ക്രിമിനൽ നിയമ ചരിത്രത്തിലെ ആദ്യ ലൈംഗിക അതിക്രമ കൊട്ടേഷനാണ് ഇത്. എല്ലാ മൊഴികളും വിരൽ ചൂണ്ടുന്നതും ദിലീപിന്റെ പങ്കിലേക്കാണ്. ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും രണ്ടുപേർ തമ്മിൽ കണ്ടാൽ ഗൂഢാലോചനയാവില്ല എന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഒട്ടേറെ കേസുകളിൽ പ്രതിയും ക്രിമിനലുമായ സുനിൽ കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തതിൽ ന്യായീകരണമില്ല. ഉന്നത തലത്തിൽ ആഴമേറിയ ഗൂഢാലോചന നടത്തിയാണ് ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്തിയത്. സിനിമാ ജീവിതം തകർക്കാനും സമൂഹമധ്യേ അപഹാസ്യനാക്കാനും ലക്ഷ്യമിട്ടാണ് കേസ് എന്നും ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഒട്ടേറെ സിനിമാ പ്രോജക്ടുകളിൽ ഒപ്പുവെച്ചിട്ടുള്ള ദിലീപിനെ ഇനിയും തടവിൽ വെക്കുന്നത് സിനിമാ ജീവിതത്തെ ബാധിക്കും. അന്തിമ കുറ്റപത്രം നൽകി ഏറെക്കാലം കഴിഞ്ഞാണ് ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്തിയത്. ആദ്യം 13 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചിട്ടും അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ദിവസവും 10 മണിക്കൂർ ചോദ്യം ചെയ്തുവെന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു. കഴിഞ്ഞ 10-ന് അറസ്റ്റിലായ ദിലീപിന്റെ ജാമ്യാപേക്ഷ നേരത്തെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. ഇതിനിടെ ദിലീപ് ചാലക്കുടിക്ക് പുറമെ എറണാകുളത്തും ഭൂമി കയ്യേറിയതായിട്ട് ആരോപണമുണ്ട്. വടക്കൻ പറവൂരിലാണ് 1 ഏക്കറിലധികം പുഴ പുറമ്പോക്ക് ദിലീപ് കയ്യേറിയത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയായിരുന്നു കയ്യേറിയതെന്നും ആക്ഷേപമുണ്ട്. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും പേരിൽ 8 വർഷം മുമ്പാണ് കരുമാലൂർ കലക്കാത്തുരത്തിൽ 2 ഏക്കറോളം സ്ഥലം വാങ്ങിയത്. ഈ സ്ഥലത്തോട് ചേർന്ന് കിടന്നിരുന്ന 1 ഏക്കറിലധികം പുറമ്പോക്ക് ദിലീപ് കയ്യേറിയെന്നാണ് ഇപ്പോൾ ആക്ഷേപം. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു.